check whether the function f of x comma y equal to x cube minus 2y cube divided by x square plus y square comma xy not equal to 0 0 and xy equal to 0 0, the function is 0. Check whether the function is continuous at x is equal to 0. If it is continuous, then show that the function is continuous at x comma y equal to 0 0. 0 0 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ മതി. വെദർ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് ചോദിച്ചാൽ മതി. ചെക്ക് വേണ്ട. വെദർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ അറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ദെൻ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 0. സോറി, അറ്റ് എക്സ് കോമ വൈ ഈക്വൽ ടു 0 0. ഇനി ഇതിന്റെ ആൻസർ ആണ് നമുക്ക് നോക്കേണ്ടത്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ആരാണ് ഇവിടെ? എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 2y ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് വെനെവർ ഇറ്റ് ഈസ് 0 ദ ഫംഗ്ഷൻ ഈസ് 0. നമുക്ക് ഈ പാർട്ടാണ് നോക്കേണ്ടത്, മറ്റേ പാർട്ട് നമുക്ക് ആവശ്യമില്ല. ഇവിടെ നോക്കി, പി ഓഫ് എക്സ് വൈയുടെ സ്ഥാനത്ത് ഇയാളാണ്. ഇവിടെ മാക്സിമൽ ഡിഗ്രി 2 ആണ് വരുന്നത്. ഇവിടെ മാക്സിമൽ ഡിഗ്രി 1 ആണ്. സോറി, ഇവിടെ മാക്സിമൽ ഡിഗ്രി 3 ആണ് വരുന്നത്. ഇവിടെ മാക്സിമൽ ഡിഗ്രി 2 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി 2 ആണ്, ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 3 ആണ്. പി ഓഫ് 0 0 കൊടുക്കുമ്പോൾ എക്സും വൈയും 0 0 കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 0, ഇവിടെയും 0. പി ഓഫ് 0 ഈസ് ഈക്വൽ ടു 0/0 ഫോം. 0/0 ഫോമിൽ മുകളത്തിന്റെ ഡിഗ്രി 3യും താഴത്തിന്റെ ഡിഗ്രി 2 ആണ്. 3 ഗ്രേറ്റർ ദാൻ 2 ആണ്. അതുകൊണ്ട് എന്ത് ഉണ്ടാവും? ലിമിറ്റ് ഉണ്ടാവും. ലിമിറ്റ് ഏതെങ്കിലും ഒരു പാത്ത് കൊടുക്കുക. ഞാൻ വൈ വാല്യൂ കൊണ്ട് 0 ആക്കി കൊടുത്തു. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0, വൈ വാല്യൂ 0. അതായത് ഏത് പാത്തിലൂടെ അപ്രോച്ച് ചെയ്യുന്നു? വൈ ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യുന്നു. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0, എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എന്ത് വരും? എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് എക്സ് 0ലേക്ക് പോകുമ്പോൾ 0 കിട്ടും. ലിമിറ്റ് ഉണ്ടെന്നും കിട്ടി, ലിമിറ്റ് 0 ആണെന്നും കിട്ടി. അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഞാൻ ആ ഫംഗ്ഷൻ മാത്രം എഴുതുന്നുണ്ട്, ബാക്കി എറേസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ആരാ? എക്സ് ക്യൂബ് മൈനസ് 2y ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എന്താണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്? ഏതൊരു എപ്സിലോൺ തന്നാലും ഒരു ഡെൽറ്റ ഫൈൻഡ് ചെയ്യാൻ പറ്റണം. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് മോഡുലസ് ഓഫ് വൈ ലെസ് ദാൻ ഡെൽറ്റ. ഇവിടെ എക്സ് മൈനസ് എക്സ് നോട്ട് 0 ആണ്. വിൽ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ലെസ് ദാൻ എപ്സിലോൺ ആവണം. അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് വേറൊരു രൂപത്തിൽ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഡെൽറ്റ വിൽ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രൂപത്തിൽ എന്ത് കാണാൻ പറ്റണം? ഒരു എപ്സിലോൺ കാണാൻ പറ്റണം. നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ ഒരു സാധനം ഡിസ്കസ് ചെയ്തു. ഷോ ദാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുള്ള രൂപത്തിൽ കൊടുത്തു. ആറിന്റെ ടേമിൽ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെയും ചെയ്യാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഞാൻ വേറൊരു രൂപത്തിൽ ഒരു ഇനീക്വാലിറ്റി കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു പ്രൂഫ് പറയാം. എക്സ് ക്യൂബ് മൈനസ് 2y ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മോഡ്, അതായത് എഫ് ഓഫ് എക്സ് വൈ മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് ഫൈനലി നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ ക്വാണ്ടിറ്റിമെന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് ഈ ക്വാണ്ടിറ്റിയുടെ ടേമിൽ നമുക്കൊരു ഇനീക്വാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ന്യൂമറേറ്റർ മാത്രം കൺസിഡർ ചെയ്തു. ന്യൂമറേറ്ററിന്റെ മോഡുലസ് മാത്രം എന്താ നോക്കാം. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ക്യൂബ് പ്ലസ് 2 മോഡ് വൈ ക്യൂബ്. മോഡുലസ് ഓഫ് എ മൈനസ് ബിനെ മോഡുലസ് ഓഫ് എ പ്ലസ് മൈനസ് ബി എന്ന് എഴുതാം. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി വരും. മോഡ് ബിയുടെ സ്ഥാനത്ത് -2y
ക്യൂബ് വരും. -2ന്റെ മോഡ് 2 ആണ്. ഇനി മോഡ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് ആണ്. അതായത് മോഡ് എക്സ് വരുമ്പോൾ എന്ത് വരും? മോഡ് എക്സ് ഇൻറ്റു മോഡ് എക്സ് എന്തായിട്ട് മാറും? എക്സ് സ്ക്വയർ ആയിട്ട് മാറും. എക്സ് സ്ക്വയർ മോഡ് എക്സ് കിട്ടും. അതേപോലെ ഇയാൾ ആര് വരും? വൈ സ്ക്വയർ മോഡ് വൈ. അപ്പോൾ ഇതിനെ ഞാനൊന്ന് റീപ്ലേസ് ചെയ്യാണ്. ഈ മോഡ് എക്സിനും ഇതിനും റീപ്ലേസ് ചെയ്തിട്ട് എക്സ് സ്ക്വയർ മോഡ് എക്സ് എന്ന് എഴുതി പ്ലസ് വൈ സ്ക്വയർ മോഡ് വൈ എന്ന് എഴുതി. Therefore, മോഡ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 2y ക്യൂബ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മോഡ് എക്സ് പ്ലസ് 2y സ്ക്വയർ മോഡ് വൈ. നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ഇവിടെ ഞാനൊരു ഇനീക്വാലിറ്റി പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ തന്നാൽ വാട്ട് അബൌട്ട് റിയൽ പാർട്ട് ഓഫ് സെഡിൻ്റെ മോഡും മോഡ് സെഡും ഇമാജിനറി പാർട്ട് ഓഫ് സെഡിൻ്റെ മോഡ് സെഡും തമ്മിലുള്ള ഈക്വാലിറ്റി എന്താ വരുന്നത്? റിയൽ പാർട്ടിൻ്റെ മോഡ്ലെസ് എല്ലായ്പ്പോഴും മോഡ് സെഡിനേക്കാളും ചെറുതായിരിക്കും. ഇമാജിനറി പാർട്ടിൻ്റെ മോഡ്ലെസ്സും എല്ലായ്പ്പോഴും മോഡ് സെഡിനേക്കാളും ചെറുതായിരിക്കും. റിയൽ പാർട്ടിൻ്റെ മോഡ്ലെസ് ആരാ വരുന്നത്? മോഡ് എക്സ്. ഇമാജിനറി പാർട്ടിൻ്റെ മോഡ്ലെസ് ആരാ വരുന്നത്? മോഡ് വൈ. ഇവിടെ ആരാ വരുന്നത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ ആരാ വരുന്നത്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. ആ ഒരു രൂപത്തിൽ പറയാം. ഇനി അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ കമ്പാരിസണും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ആണോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണോ വലുത്? ഇവിടെ വൈ സ്ക്വയർ എന്നുള്ളൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ഉള്ളിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അയാൾ വലുതായിരിക്കും. ആ ഒരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു കമ്പാരിസൺ വെച്ചിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇയാൾ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് സെഡിൻ്റെ മോഡാണെന്ന് പറയാം. ഇയാൾ സെഡിൻ്റെ മോഡാണെന്ന് പറയാം. അത് വെച്ചിട്ടും നമുക്ക് ആ ഒരു ഇനീക്വാലിറ്റി പറയാം. ജസ്റ്റ് നമുക്ക് റിയൽ കമ്പാരിസൺ വെച്ചിട്ട് എക്സ് സ്ക്വയറിൻ്റെ മോഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ റൂട്ടിനെക്കാട്ടും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ റൂട്ടിനേക്കാളും ചെറുതായിരിക്കും എക്സ് സ്ക്വയറിൻ്റെ റൂട്ട്. കാരണം വൈ സ്ക്വയർ എന്നുള്ളത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ ഈക്വാലിറ്റി ഇതേപോലെ ആർക്കും എക്സ്പ്രസ് ചെയ്യാം. മോഡ് വൈക്കും എക്സ്പ്രസ് ചെയ്യാം. മോഡ് വൈനെ റൂട്ട് ഓഫ് വൈ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. റൂട്ട് ഓഫ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അയാൾ വരും. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇയാളെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതി പ്ലസ് 2 ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു മോഡ് വൈനെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതി. ഇനി ടോട്ടലി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് 2 ടേമിലുണ്ട്. കോൺസ്റ്റന്റ് അല്ല, 2 ടേമിലുണ്ട്. അതുകൊണ്ട് അയാളെ കോമൺ ആക്കി എഴുതിയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അടുത്തൊരു ഇനീക്വാലിറ്റി. എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ആണോ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ആണോ വലുതാവുക? എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ഇവിടെ എഴുതുന്നുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ 2y സ്ക്വയർ ഇവിടെ ഉണ്ട്. എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്. പോസിറ്റീവ് നമ്പറിനെ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഇയാളെക്കാട്ടും ചെറുതായിരിക്കും. വിച്ച് ഈസ് ലെസ് ദാൻ ഇയാൾ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം? 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ലെസ് ദാൻ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. 2x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ഈ ക്വാണ്ടിറ്റീനെ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ ഫംഗ്ഷൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. എക്സ് ക്യൂബ് മൈനസ് 2y ക്യൂബ് ഡിവൈഡഡ് ബൈ വിച്ച് ഇംപ്ലൈസ് എക്സ് ക്യൂബ് മൈനസ് 2y ക്യൂബ് ഡിവൈഡഡ് ബൈ റൂട്ടല്ല എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിൻ്റെ മോഡ് എന്തായിട്ട് മാറും? ലെസ് ദാൻ 2 ടൈംസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടിയത്. ഇത് മാത്രം ഞാൻ അങ്ങോട്ടൊന്ന് റീപ്ലേസ് ചെയ്ത് എഴുതുന്നുണ്ട്. നമുക്ക് ഫൈനലി കിട്ടിയ സാധനം എക്സ് ക്യൂബ് മൈനസ് 2y ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മോഡ് ലെസ് ദാൻ 2 ടൈംസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. ഇതിനെങ്ങോട്ട് എഴുതി 2 ടൈംസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ഇയാളെക്കാട്ടും ചെറുതായിരിക്കും എന്നാണ്. ഇനി നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കണം. എന്താണ് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്? ഏതൊരു എപ്സിലോൺ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഡെൽറ്റ വിൽ ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ
ഇവിടെ എഫ് ഓഫ് എക്സ് കോമ വൈ ആരാ? എക്സ് ക്യൂബ് മൈനസ് 2y³ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ലിമിറ്റ് 0 ആണ്. ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആവണം. ഇയാൾ ലെസ് ദാൻ എപ്സിലോൺ ആവണം. ഇയാൾ ആരെക്കാട്ടും ചെറുതാന്ന് തന്നിക്കണ് 2 × √(x² + y². അതായത് ടോട്ടലി ഇയാൾ ലെസ് ദാൻ എപ്സിലോൺ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റണം. √(x² + y² ലെസ് ദാൻ ഡെൽറ്റ ആണ്. അപ്പോൾ 2 ഡെൽറ്റ എന്ന് വരും. ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരണമെങ്കിൽ ഈ ഡെൽറ്റൻ ആരായിട്ട് ചൂസ് ചെയ്താൽ മതി? ε/2 ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ഇഫ് വി ലെറ്റ് ഡെൽറ്റ ഈക്വൽ ടു ε/2 then for every epsilon greater than 0 there exists a delta greater than 0 such that √(x² + y² less than delta will implies modulus of f of xy. നമുക്ക് ഗിവൺ ആയിട്ടുള്ള f of xy ആരെക്കാട്ടും ചെറുതായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഹെൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് 0, 0. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് കണ്ട് കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്തും ചെയ്തു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊന്ന് തരാം. നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു x³ y³ ഡിവൈഡഡ് ബൈ x² + y² whenever xy not equal to 0, 0 and if xy equal to 0, 0 the function is 0 is continuous at x comma y equal to 0, 0. 0, 0 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നോക്കിയും ഡിഗ്രി എത്രയെന്ന് നോക്കിയാൽ തന്നെ കണ്ടിന്യൂസ് ആണോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ പ്രൂവ് ചെയ്യും കൂടി വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് എഴുതാം. എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു x³ minus y³ divided by x² plus y² whenever xy not equal to 0, 0 and whenever xy equal to 0, 0 the function is 0 is continuous at x comma y equal to 0, 0. Third question, find the set of points where the following function are continuous. അതിലെ ഫസ്റ്റ് വൺ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. സെക്കൻഡ് വൺ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ whenever x comma y not equal to 0, 0 whenever x not equal to y if x is equal to y. x is equal to y ആവുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. x is equal to y ആവുന്ന പോയിന്റ്സിലൊക്കെ 0. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സ്. ഫൈൻഡ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് വേർ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. മൂന്നാമത്തത് ജി ഓഫ്, ഇയാളെ നമുക്ക് എഫ് എന്ന് വിളിച്ച സ്ഥിതിക്ക് ഇയാളെ ജി എന്ന് വിളിക്കാം, ഇയാളെ എച്ച് എന്നും വിളിക്കാം. എച്ച് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2 + cos x. ഈ മൂന്ന് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സിന്റെ സെറ്റ് കാണാനാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മറ്റു രണ്ട് ക്വസ്റ്റ്യൻസും അത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതോടുകൂടി മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റി എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മോർ ദാൻ 1 വേരിയബിൾ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെറിവേറ്റീവ് പറയണം. ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് യൂഷ്വൽ ഡെറിവേറ്റീവിനെ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. മോർ ദാൻ 1 വേരിയബിൾ ഉണ്ടെങ്കിൽ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് മോർ ദാൻ 1 വേരിയബിൾസ് ആകുമ്പോൾ ഓരോന്നിലും ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഓരോന്നിനെയും പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.